ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയാകുന്നത് ഒരൊറ്റ എപ്പിസോഡ് കൊണ്ട് ബിഗ് ബോസിലെ ഷാനവാസിന്റെ കാര്യത്തിൽ തീരുമാനമായി എന്നാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ ലാലേട്ടന്റെ എപ്പിസോഡിൽ ഷാനവാസ് എക്സ്പോസ്ഡ് ആയി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഷാനവാസ് എന്താണ്, എങ്ങനെയാണ് എന്നതിനകത്ത് ഷാനവാസിന് ഒരിക്കലും ഷാനവാസിനെ ആരെങ്കിലും നെഗറ്റീവ് പറയുന്നത് സഹിക്കാൻ പറ്റില്ല. പുള്ളിയെ പറ്റി എല്ലാവരും പോസിറ്റീവ് തന്നെ പറയണം. ഷാനവാസ് തെറ്റ് ചെയ്താലും അംഗീകരിക്കില്ല. ശരിക്കും ഈ എപ്പിസോഡിൽ ഷാനവാസിന്റെ കിളിപോയ അവസ്ഥയായിരുന്നു. ഷാനവാസിനോട് വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട്, ടാസ്ക് നിങ്ങളല്ലേ കുളമാക്കിയത് എന്ന്. അപ്പോഴും എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നാണ് ഷാനവാസിന്റെ മറുപടി. ഒരിക്കൽ പറഞ്ഞിരുന്നു, ഞാൻ ബിഗ് ബോസിന്റെ സീസൺ കണ്ടിട്ടില്ല, എപ്പിസോഡ് കണ്ടിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല എന്നൊക്കെ. പലരും കമന്റ് ബോക്സിൽ പറയുന്നുണ്ട്, ഈ ബിഗ് ബോസിലേക്ക് ആളെ ക്ഷണിക്കുമ്പോൾ ഒരു സീസണെങ്കിലും കണ്ട ആളുകളെ എടുക്കാവൂ. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഷാനവാസ് കണ്ടത് ആകെ മാസായിട്ടുള്ള റീൽ മാത്രമാണ് എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് എപ്പോഴും മീശ പിരിക്കുന്നത്. ശരിക്കും ബിഗ് ബോസ് കാണാത്ത ഒരാളെ അവിടേക്ക് എടുക്കുമ്പോൾ ബിഗ് ബോസിന്റെ നിലവാരം തന്നെയാണ് താഴുന്നത്. ഷാനവാസ് അവിടെ കാണിച്ചു കൂട്ടുന്നതിൽ ബിഗ് ബോസ് ഉത്തരം പറയേണ്ടി വരും. ബിഗ് ബോസ് ദയവ് ചെയ്ത് അതൊന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം. പിന്നെ അനീഷ്, PR അനീഷിനെ അറിയത്തേയില്ല. അനീഷിനെയും ഷാനവാസിനെയും ലാലേട്ടൻ തീർത്തു എന്ന് തന്നെ പറയാം. ഇവരുടെ രണ്ടുപേരുടെയും വിടിവ് അനുമോളുടെ PR കൂടി. ലാലേട്ടൻ കഴിഞ്ഞ ദിവസം എല്ലാറ്റിനെയും അങ്ങ് നിർത്തിപ്പൊരിച്ചു. അനുമോൾക്ക് PR ഇല്ലേ ഇല്ല എന്നാണ് അനുമോളുടെ വാദം. അക്ബറിനെ പലരും നെഗറ്റീവ് പറയുന്നുണ്ടെങ്കിലും ഇന്നലത്തെ എപ്പിസോഡ് കൂടെ അക്ബറിന്റെ വോട്ടും കൂടും. ആര്യനും നന്നായി മാറി. ഇപ്പോൾ ഒരു നല്ല ക്യാരക്ടറാണ് ആര്യൻ. ആര്യന്റെ ഗ്രാഫ് മുകളിലോട്ട് ഉയരുന്ന അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. അക്ബർ മാന്യതയോടും പക്വതയോടുമാണ് ഗെയിം കളിക്കുന്നത്. പിന്നെ ലക്ഷ്മി, ഒരു ചെറിയ ഹോൾ കിട്ടിയാൽ മതി, അപ്പോൾ അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കും. ലക്ഷ്മിയെ കുടിച്ച വെള്ളത്തിൽ ആരെങ്കിലും വിശ്വസിച്ചാൽ അവർക്ക് 8ന്റെ പണി ലക്ഷ്മി തരും. ലക്ഷ്മി പക്കാ വിഷമാണ്. അനുമോൾക്ക് ലക്ഷങ്ങളുടെ PR ഉണ്ട്, അത് എല്ലാവർക്കും മനസ്സിലാകും. അതിലുള്ള എല്ലാവർക്കും PR ഉണ്ട്, അതില്ലാതെ ആരും അതിൽ പോയിട്ടില്ല. അനീഷ് എല്ലാ ഭാഷയിലെയും ബിഗ് ബോസ് കണ്ടുപഠിച്ചാണ് അതിൽ കയറിയിട്ടുള്ളത്. ഈ വോട്ട് കയറ്റുക, മറ്റുള്ള വ്യക്തികളെ മോശക്കാരാക്കുക, അവരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുക, ആരുടെ PR ആണോ ആ വ്യക്തി ഒന്നും ചെയ്തില്ലേലും അയാളെ ഹൈപ്പ് ചെയ്യിപ്പിക്കുക പോലുള്ള കമന്റ് പേടി ചെയ്യിപ്പിച്ച് വ്യക്തി ജീവിതത്തിലേക്ക് പോലും കടന്നു ചെല്ലുന്ന ചിലരുണ്ട്. അങ്ങനത്തെ ചീപ്പ് PR ഉമുണ്ട്.